ചിരിയുടെ തമ്പുരാക്കന്മാർ ചിരിയുടെ പെരുമഴയുമായി എത്തുന്നു. ഫൺ ബേബി ഫൺ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 8 മണിക്ക് നമ്മുടെ സൂര്യ ടിവിയിൽ. ഞാൻ തേടും പൊൻതാരം കൺമുന്നിൽ വന്നാൽ എൻ തോളിൽ കൈയിട്ട് എന്നൊപ്പം നിന്നാൽ പെടയ്ക്കുന്നു ചങ്ക് വിറയ്ക്കുന്നു കൈ കാല് വേർക്കുന്നു ദേഹം വല്ലാതെ ദാനം. ആരൊപ്പം നേരായോ വിരിഞ്ഞ പൂവായോ കൊതിച്ചതെല്ലാമേ എനിക്കത്തരമായോ അന്നോ പത്രാസ് അമിട്ടു മത്താപ്പ് ഉണ്ടേ ബേജാറ് എന്നാലും നല്ലൊരു സന്തോഷനാണ്. ആരൊപ്പം നേരായോ വിരിഞ്ഞ പൂവായോ കൊതിച്ചതെല്ലാമേ എനിക്കത്തരമായോ അന്നോ പത്രാസ് അമിട്ടു മത്താപ്പ് ഉണ്ടേ ബേജാറ് എന്നാലും നല്ലൊരു സന്തോഷനാണ്. അമ്പിളി എടി വീടെത്തി. ഏത് വീടാ രഘുവേട്ടാ? നമ്മുടെ പുതിയ വീടാണോ? അല്ല, നമ്മുടെ പുതിയ വീട്ടിലേക്കാണോ വന്നത്? പുതിയ വീടാ? ഓ, നീ സ്വപ്നം കാണാറുന്നല്ലേ? അല്ല രഘുവേട്ടാ, നമ്മള് പഞ്ചരത്നത്തിലേക്കാണോ വന്നത്? അതെ, ഇറങ്ങ. നീയേ ചീരുവിനോട് നിന്റെ സ്വപ്നത്തെ കുറിച്ച് പറയുന്നുണ്ടോ അമ്പിളി? ദാസങ്ങളെ സഹായിക്കാൻ നേറ്റ കാര്യം മാത്രം പറഞ്ഞാൽ മതി, വേറൊന്നും പറയല്ലേ. ആ ശരി, എന്നാ നീ ഇറങ്ങ. എന്താ വണ്ടിയിൽ നിന്ന് ഇറങ്ങാനൊരു താമസം? വീണ്ടും വണ്ടിയിൽ ആരെങ്കിലും സ്വർണം കൊണ്ടുവച്ചോ? അമ്പിളിയെ വണ്ടിയിൽ നിന്ന് നല്ല ഉറക്കമായിരുന്നു ചെയ്തു. ഞാൻ അവളെ തട്ടി ഉണർത്തായിരുന്നു. സാധാരണ യാത്രയിൽ ഉറങ്ങുന്ന ആളല്ലല്ലോ അമ്പിളി ചേച്ചി. ഇന്നെന്തു പറ്റി? ഇന്ന് ചില വിശേഷങ്ങളൊക്കെ ഉണ്ടായി ചീരു. നീ അകത്തേക്ക് വാ, പറയാം. അല്ല, മക്കളെ കൊണ്ട് നീ കഷ്ടപ്പെട്ടു പോയി കാണുമല്ലേ? അല്ല, സരോജനേണ്ടി അപ്പൊ പോയി? അവര് കുറച്ചു നേരം ആയുള്ളൂ പോയിട്ട്. പിന്നെ മക്കൾ ഇന്ന് നേരത്തെ കിടന്നുറങ്ങി. പിന്നെ നിങ്ങക്ക് വിശക്കുന്നുണ്ടാവില്ലേ? വല്ലതും കഴിച്ചിട്ടാണോ വന്ന്? ഏയ്, കാര്യമായിട്ടൊന്നും കഴിച്ചില്ല. ഇവിടെ വല്ലതും കാണുമോ? പിന്നെ രഘുവേട്ടനെ ചേച്ചിയും പോയി ഫ്രഷ് ആയിട്ട് വാ. ഞാൻ അപ്പോഴേക്കും കഴിക്കാൻ എടുത്തു വെക്കാം. എന്നാ നമുക്ക് വിശേഷങ്ങളൊക്കെ അപ്പൊ പറയാം.